കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ കടുത്ത നടപടിയുമായി സർക്കാർ. മർദ്ദനവീരന്മാരായ 4 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. വെർച്വൽ അറസ്റ്റിന്റെ പേരിൽ വീട്ടമ്മയിൽ നിന്നും തട്ടിയെടുത്തത് 2,80,00,000 രൂപ. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. യൂത്ത് കോൺഗ്രസ് സുജിത് നേതാവ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ക്രൂരമർദ്ദനത്തിനിരയായ സംഭവത്തിൽ മർദ്ദനവീരന്മാരായ 4 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടിയുമായി സർക്കാർ. യുവാവിനെ മർദ്ദിച്ച 4 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. സംഭവത്തിൽ പ്രതിപട്ടികയിലുള്ള 4 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ തൃശൂർ റേഞ്ച് DIG ശുപാർശ ചെയ്തിരുന്നു. ഉത്തരമേഖല IGക്ക് നൽകിയ റിപ്പോർട്ടിലാണ് സസ്പെൻഷന് ശുപാർശ ചെയ്തത്. SI നുഹ്മാൻ, CPOമാരായ ശശീന്ദ്രൻ, സന്ദീപ്, സജീവൻ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. വെർച്വൽ അറസ്റ്റിന്റെ പേരിൽ വീട്ടമ്മയിൽ നിന്നും തട്ടിയെടുത്തത് 2,80,00,000 രൂപ. മട്ടാഞ്ചേരി സ്വദേശിനി ഉഷാകുമാരിയാണ് കബളിപ്പിക്കപ്പെട്ടത്. കള്ളപ്പണ ഇടപാട് കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അറസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയായിരുന്നു തട്ടിപ്പ്. സുപ്രീം കോടതിയുടെയും CBIയുടെയും വ്യാജ എംബ്ലങ്ങൾ അടങ്ങിയ സർട്ടിഫിക്കറ്റുകളാണ് തെളിവായി നൽകിയത്. ഓണത്തിന് ഇത്തവണ കേരളത്തിൽ റെക്കോർഡ് മദ്യവിൽപ്പന. ഈ വർഷം 842.07 കോടി രൂപയുടെ മദ്യമാണ് ഓണത്തോടനുബന്ധിച്ച് കുടിച്ചു തീർത്തത്. കഴിഞ്ഞ വർഷം 776 കോടി രൂപയുടെ മദ്യമാണ് ഓണത്തിന് വിറ്റഴിച്ചത്. ഉത്രാട നാളിൽ മാത്രം 137 കോടി രൂപയുടെ മദ്യം വിറ്റു തീർത്തു. കഴിഞ്ഞ വർഷം 126 കോടി രൂപയായിരുന്നു ഉത്രാട വിൽപ്പന. അന്യപുരുഷന്മാർ തുടരുതെന്ന് താലിബാൻ നിയമം മൂലം അഫ്ഗാനിസ്ഥാനിലെ ഭൂകമ്പത്തിൽ കുടുങ്ങി നിരവധി സ്ത്രീകൾ. പുരുഷരക്ഷാ പ്രവർത്തകർക്ക് സ്ത്രീകളെ സ്പർശിക്കാൻ കഴിയാത്തതാണ് രക്ഷാപ്രവർത്തനത്തിന് പ്രതിസന്ധിയാകുന്നത്. ഇവിടെ ചികിത്സിക്കാൻ ആവശ്യത്തിന് വനിതാ ഡോക്ടർമാരോ വനിതാ രക്ഷാപ്രവർത്തകരോ ഇല്ല. അഫ്ഗാനിസ്ഥാനിലുണ്ടായ ഭൂകമ്പത്തിൽ മരണസംഖ്യ 2,200 കടന്നു. ഓണക്കാലത്ത് പാൽ വിൽപ്പനയിൽ റെക്കോർഡിട്ട് മിൽമ. 38.03 ലക്ഷം ലിറ്റർ മിൽമ പാലാണ് ഉത്രാട ദിനത്തിൽ വിറ്റുപോയത്. തൈര് വിൽപ്പനയിലും മിൽമ വൻ നേട്ടം കൊയ്തു. ഉത്രാട ദിനത്തിൽ 38,03,388 ലിറ്റർ പാലാണ് മിൽമ വിറ്റഴിച്ചത്. 3,97,672 കിലോ തൈരും ഉത്രാട ദിനത്തിൽ മാത്രം വിറ്റഴിച്ചു. മുൻ വർഷങ്ങളെക്കാൾ വിൽപ്പന വർദ്ധിച്ചെന്ന് മാത്രമല്ല, പാല് തൈര് വിൽപ്പനയിൽ പുതിയ സർവകാല റെക്കോർഡ് കുറിച്ചിരിക്കുകയാണ് മിൽമ. മുല്ലപ്പൂ കൈവശം വെച്ചതിന് നടി നവ്യ നായർക്ക് മെൽബൺ എയർപോർട്ട് അധികൃതർ വൻ തുക പിഴ ചുമത്തി. തിരുവോണ ദിനത്തിൽ മലയാളി അസോസിയേഷൻ ഓഫ് വിക്ടോറിയയുടെ ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ മെൽബണിലെത്തിയപ്പോഴാണ് സംഭവം. 15 സെന്റിമീറ്റർ നീളമുള്ള മുല്ലപ്പൂവാണ് നവ്യയുടെ കൈവശമുണ്ടായിരുന്നത്. വിമാനത്താവളത്തിൽ വെച്ച് പിടികൂടിയതിനെ തുടർന്ന് ഏകദേശം 1.25 ലക്ഷം രൂപ പിഴയടച്ച ശേഷമാണ് നവ്യയെ പുറത്തേക്ക് പോകാൻ അധികൃതർ അനുവദിച്ചത്. ഒളിക്യാമറ ഉപയോഗിച്ച് സ്ത്രീകളുടെ ദൃശ്യങ്ങൾ പകർത്തി അശ്ലീല വീഡിയോകൾ നിർമ്മിച്ച കേസിൽ സ്വകാര്യ എയർലൈൻ പൈലറ്റ് ഡൽഹിയിൽ അറസ്റ്റിൽ. 31-കാരനായ മോഹിത് പ്രിയദർശിനിയാണ് ഡൽഹിയിൽ പോലീസിന്റെ പിടിയിലായത്. ഇയാളുടെ കൈവശത്ത് നിന്ന് ലൈറ്ററിന്റെ രൂപത്തിലുള്ള ചെറിയ ഒളിക്യാമറയും പോലീസ് കണ്ടെടുത്തു. ഹിമാചൽ പ്രദേശിൽ മണ്ണിടിച്ചിലിൽ 3 പേർ മരിച്ചു. 5 വീടുകൾ തകർന്നു. സിർമൌർ ജില്ലയിലാണ് സംഭവം. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയിൽ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായി. സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ മേഘവിസ്ഫോടനവും പ്രളയവും ഉണ്ടായി. ഇന്ന് 4 ഇടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി. വിവാദ പോസ്റ്റിന് പിന്നാലെ കോൺഗ്രസ് സോഷ്യൽ മീഡിയ വിങ്ങിന്റെ ചുമതലയൊഴിഞ്ഞ VT ബൽറാം. GST വിഷയത്തിൽ BDയെയും ബീഹാറിനെയും താരതമ്യം ചെയ്തുകൊണ്ട് കോൺഗ്രസ് കേരളയുടെ X പ്ലാറ്റ്ഫോമിലെ പോസ്റ്റാണ് വിവാദമായത്. ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ വോട്ടധികാർ യാത്ര സമാപിച്ചതിന് തൊട്ടുപിറകെയായിരുന്നു വിവാദ പോസ്റ്റ്. തിരഞ്ഞെടുപ്പ് ആസന്നമായ ബീഹാറിനെ ഇകഴ്ത്തിയെന്ന് കാണിച്ച് BJP ദേശീയ തലത്തിൽ ഈ പോസ്റ്റ് വലിയ ചർച്ചാ വിഷയമാക്കുകയും ചെയ്തു. എപ്പോഴും സുഹൃത്തുക്കളായിരിക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി നരേന്ദ്രമോദി. പ്രസിഡന്റ് ട്രംപിന്റെ വികാരങ്ങളെയും US-ഉമായുള്ള ബന്ധത്തെക്കുറിച്ച് നടത്തിയ ശുഭകരമായ വിലയിരുത്തലിനെയും പൂർണ്ണമായി അഭിനന്ദിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതായി മോഡി Xൽ കുറിച്ചു. ഇന്ത്യക്കും US-നും ഇടയിൽ വളരെ പോസിറ്റീവായ സമഗ്രവും തന്ത്രപരവുമായ പങ്കാളിത്തമുണ്ടെന്നും മോഡി പറഞ്ഞു. ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേകത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.